മലയാളത്തിൻ്റെ ആദ്യത്തെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ടുള്ള WCU, വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആദ്യത്തെ സിനിമ അല്ലേ, അവർ ആ സിനിമാറ്റിക് യൂണിവേഴ്സ് അനൗൺസ് ചെയ്തിട്ട് ഫസ്റ്റ് പടമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇത് ആക്ച്വലി കഥ നടക്കുന്നത് നമ്മുടെ മിന്നൽ മുരളിയുടെ യൂണിവേഴ്സിലാണ്. അപ്പോൾ ഇതിന് ശേഷം അടുത്ത സിനിമ ജാംബി എന്നൊരു പറയുന്നുണ്ട്. അത് ഈ സിനിമയുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ ജാംബിയുടെ ഒരു സീക്വൻസ് ഉണ്ടാവും എന്നവർ പറയുന്നുണ്ട്, ഒരു ഗെയിംസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ അവരുടെ ഇൻ്റർവ്യൂസിൽ നമുക്ക് കിട്ടിയ ഐഡിയ ആണ്. സോ ആകെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 1-2 പാട്ടും പിന്നെ ഒരു ടീസറുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ട്രെയിലർ. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, അതായത് കുറച്ചധികം മോശം പടങ്ങൾ ചെയ്ത് എന്താ പറയുക, ഡൈനാമൈറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു പേര് തന്നെ ഈ പറഞ്ഞ ട്രോളന്മാരിട്ട് കൊടുത്ത ഒരാളാണ്. പുള്ളിയുടെ ഒരു 2.0 ഇവർ ആദ്യം എസ്പെഷ്യലി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടീസറിൽ, ധ്യാൻ ശ്രീനിവാസൻ 2.0. സോ അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ 2.0യുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ട്രെയിലർ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ നാട്ടുകാരാണ്. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ല. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് ഞങ്ങളുടെ പ്ലാച്ചിക്കാവ് എന്നത് ഈ ഭൂമിയിൽ ഒരു സ്വർഗമാണ്. എന്റെ നാടിന്റെയും തല വരെ വരെ മാറുന്ന കേസ് വരെ നാല് കണ്ടു. എന്തോ പഴക്കൊല മിസ്സിംഗ് ആണെന്ന് കേട്ടു. പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ ആദ്യത്തെ കൊലപാതക കാര്യങ്ങൾ വല്ലതും ധാരണയുണ്ടോ? ബോഡിയിൽ ചുറ്റിയുണ്ടോ സമാനമായ എന്തോ കൊണ്ട് പാട് പ്രത്യേകിച്ച് നെറ്റി. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട്, അവർ ഈ കേസ് ടേക്ക് ഓവർ ചെയ്യും. ഈ നാട്ടിൽ എന്ത് കേസ് ഉണ്ടായാലും പോലീസുകാരും നാട്ടുകാർ എന്നെയാ വിളിക്കാറ്. 2 ക്രൈം സീനിൽ പ്രോപ്പർ പോലീസ് പ്രൊസീജിയേഴ്സ് ഫോളോ ആയിട്ടുണ്ട് തന്നെ അവിടങ്ങളിൽ നിന്ന് തെളിവ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്റെ ഗുരുക്കന്മാരോട് പറഞ്ഞു, ഒരു ക്രൈം സീനും കേസ് അന്വേഷണം തെളിയിക്കലൊക്കെ നല്ലത്, പക്ഷെ ഞാനോടുള്ളപ്പോൾ വേണ്ട. സാറും കൊള്ളാം, 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയത്. മോഷണം തന്നെ കണ്ടെടുത്തോന്നല്ല, കൊന്നതൊന്നും തന്നെയാണോ? അതുപോലെ മിന്നൽമുഴയുടെ പോസ്റ്റ് ഇതല്ലേ, മറ്റേ അവിടെ ഭിത്തിയിൽ വരയ്ക്കുന്ന ഒരു ഇത് ഓർമ്മയില്ലേ, ബലവാനാണ് ഇതൊരു. കൊള്ളാം അല്ലേ, ഒരു രസകരമായ പടമാവും തോന്നുന്നു കണ്ടിട്ട്. കാരണം ട്രെയിലർ കുറച്ച് രസമുണ്ട്. ട്രെയിലർ കട്ട് അതെ അതെ, ചമൻ ചാക്കോണ് എഡിറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പടം ഒരു എഡിറ്റിംഗ് വൈസ് അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. സ്റ്റാർട്ടിങ് പേര് കാണിച്ച സമയത്ത് അതെ, ലോഗോ വെച്ചിട്ട് മറ്റേ അതല്ല, ഞാൻ സ്പോട്ട്ലൈറ്റ് അടിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ആലോചിച്ചത് ഇത് എവിടുന്ന് ഇത് മറ്റേ സ്ട്രീറ്റ് ലാമ്പാണോ ആദ്യം നോക്കിയത്. നല്ല ക്രിയേറ്റീവാണ് ഇതിൻ്റെ ട്രെയിലർ കട്ട്, നല്ല രസമുണ്ട്. പടം ഇങ്ങനെയാണ് നല്ല ഒരു ഗുമ്മുള്ള പടമാണെങ്കിൽ ഡെഫിനറ്റ്ലി അടിക്കും. ജാൻ ശ്വാസനാണെങ്കിൽ ആക്ച്വലി ഇങ്ങനെ ഒരു ചെറിയ ഹിറ്റ് കിട്ടിയാൽ മതി പുള്ളിക്ക് അല്ലേ. അല്ല, ഇതിലെ കാസ്റ്റ് എല്ലാം രസമുണ്ട്. മറ്റേ അമീനൊക്കെ ആണെങ്കിൽ പോലും. അതെ അതെ, കുറേ നമ്മുടെ യൂട്യൂബിൽ അല്ലെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ടീമാണ് ഈ അമീൻ ടീമൊക്കെ. അവരുടെ അതിൻ്റെ പേരെന്താണ്, കുഡോസ് എന്തുവരുന്നു, കുഡോസാണോ 3 ഡോട്ട് എന്തുവരുന്നു, അങ്ങനെ എന്തോ ഒരു പേര്. അപ്പോൾ അവരെയൊക്കെ ഈ പടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഹാഷിറും ടീമൊക്കെ വാഴയിൽ വന്ന പോലെ ഇവരുടെ ഒരു ഓപ്പണിംഗ് ഫിലിമാണ്. സോ പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിലാണ് പ്രതീക്ഷ. അവരെനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് അവർ ചെയ്ത പടങ്ങളിൽ എനിക്കൊന്ന് കൊണ്ടല് മാത്രമേ ഉള്ളൂ ഈ പ്രതീക്ഷ തെറ്റിച്ചൊരു സിനിമ. ബാക്കി എല്ലാ സിനിമയും മിനിമം ഗ്യാരണ്ടി ഉള്ള പടങ്ങളാണ്. ഇതിലിപ്പോൾ നല്ല ഗ്യാരണ്ടി തോന്നുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ടീസർ കണ്ടു, ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടി ഇൻട്രോയെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഭയങ്കര സിനിമ കാണാനുള്ളൊരു ഭയങ്കര ഇൻട്രസ്റ്റ് കുറവായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഈ സിനിമയ്ക്കൊരു നമുക്ക് ഒന്ന് അട്രാക്ട് ചെയ്യാനുള്ള എന്തോ എലമെൻ്റ് ഉണ്ടെന്ന് ഈ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്ന പോലെ ഇത് മറ്റേ എന്താ റൂറൽ ഇൻവെസ്റ്റിഗേഷൻ പടം, അതായത് റൂറൽ ഒരു സൈക്കോ കില്ലർ ഇല്ല അങ്ങനെ കുറവാന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ. അതായത് അല്ല, ഇതിന്റെ മൂഡ് ഇത് കുറച്ച് ഹ്യൂമറും കൂടെ മിക്സ്ഡ് ആണല്ലോ. അതിപ്പോൾ കാണുമ്പോൾ നമുക്കറിയാലോ, അതായത് ഈ ഹ്യൂമർ പടത്തിൽ ഇങ്ങനെ, പക്ഷേ കില്ലർ ആയിരിക്കും എന്നുള്ളതാണ് പടത്തിൽ ഏറ്റവും അതെ ഹൂഡണിറ്റ് എന്നുള്ള
ഹൂഡണിറ്റ് എന്നുള്ള ലൈനിലാണ്, പക്ഷെ അതിനെ കുറച്ച് ഈ ഒരല്പം ഹ്യൂമറിൻ്റെ മെയിൻ ബോഡി കൂടെ ചേർത്ത് അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. അതെനിക്ക് തോന്നുന്നു കുറച്ച് വർക്കാകാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഇതിൻ്റെ ഹ്യൂമർ പാർട്ട് ഒരുപാട് അങ്ങ് വർക്കായില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഈ സസ്പെൻസും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് വർക്കായാൽ തന്നെ ഈ സിനിമ ഒരു എന്താ പറയുക ആവറേജ് ടു ആവറേജ് ആണുള്ള ചാൻസ് ഉണ്ട്. അല്ല ഇതിന്റെ കോമഡി അടിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന കോമഡി ആയിരിക്കത്തില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് ഒരു സട്ടിൽ സാധനമാണ്. അതായത് പടത്തിൻ്റെ മൂഡിൽ നിന്ന് മാറിപ്പോകില്ല. അത് കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമർ പടം എന്നുള്ള ലൈനിലേക്ക് പോകാതെ ഇവർ ആ ഇതിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത് തോന്നുന്നു. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് അതാ ടീച്ചറിനകത്തും അങ്ങനെയുണ്ട്. ഇതിൻ്റെ ഹ്യൂമർ സൈഡിനെ ഒരു ഭയങ്കര ഹ്യൂമർ ഇവരുടെ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, ഈ പുതിയ പിള്ളേർ വന്നവർ അവർ ഈ പടത്തിൽ ചെയ്യുന്ന അത്ര ഭയങ്കര ഹ്യൂമർസ് റോളുകളല്ല, അവരിപ്പോൾ പോലീസുകാരായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ച് അവർക്ക് തന്നെ പുതിയ ഒരു ഇതാണ്. അവർ യൂഷ്വലി വരുന്നത് അവർ എന്താണ് യൂട്യൂബിൽ ചെയ്തത് അത് തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യിക്കാതെ അവരെ കൊണ്ട് ഒരു ക്യാരക്ടർ കൊടുത്ത് അങ്ങനെ ഒരു സാധനം ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് രസമാകും തോന്നുന്നു. പിന്നെ സിജു വിൽസൺ ഉണ്ട്. കാസ്റ്റ് വൈസ് ഈ പടത്തിൽ ഒരു ഭയങ്കര വലിയൊരു ഒരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ല. ഇവർ കുറച്ച് പേരാണ് ഉള്ളത് പടത്തിൽ. പക്ഷെ ഉള്ളതെല്ലാം മറ്റേ സാമാന്യം എന്തായിരുന്നു. അതെ, നമുക്ക് എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഇവരെയൊക്കെ നമുക്ക് വിശ്വസിക്കാം. ഈ കൂട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ധ്യാൻ ശ്രീനിവാസനാണ്. ഇപ്പം നമ്മൾ ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ധ്യാൻ ശ്രീനിവാസനെ വിശ്വസിച്ചൊരു പടം ഉണ്ട്, അതറിയോ, ആപ് കൈസേ ഹോ. അത് എനിക്ക് മനസ്സിലായി. കാരണം ഇവരുടെ മാർക്കറ്റിംഗ് ഏറ്റവും നന്നായിട്ട് വർക്കായതിൻ്റെ ഒരു വലിയ ഘടകമാണ്. ഞാൻ ഇവരുടെ ആപ് കൈസോടെ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്തോ ഒരു സംഭവം ഉണ്ട് ഈ പടത്തിൽ. ഇങ്ങനെ സംസാരിക്കില്ല. കാരണം ഇതിനു മുമ്പുള്ള പടത്തിലൊന്നും പുള്ളിയുടെ ഇൻ്റർവ്യൂവിലൊന്നും പുള്ളി പടത്തെ പറ്റി സംസാരിക്കില്ല. അപ്പോൾ ആ കൈസേ ഹോയിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. ചിലപ്പോൾ രസകരമാകുന്നൊരു കൊച്ചു പടം ആകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഫസ്റ്റ് ഷോ പടം കാണാൻ പോയി തിയേറ്റർ. അമിത പ്രതീക്ഷ നല്ലതല്ല. പക്ഷേ ആ തിയേറ്ററിനകത്ത് എന്നെ സർപ്രൈസ് ചെയ്തത് അതിനകത്ത് ആളുണ്ടായിരുന്നു. അതന്നെ മനസ്സിലായി. അതിനകത്ത് 8-10 പേരല്ല, അതിനകത്തൊരു 50 to 60% ഒക്കുപ്പൻസി ഉണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. അപ്പം ഞാൻ ആലോചിച്ചു അപ്പം സിനിമയ്ക്ക് എന്തോ സംഭവം ഉണ്ടാവും എന്ന് വിശ്വസിച്ച് കയറി ഇരുന്ന് കണ്ട പടമാണ് ആപ് കൈസേ ഹോ. ആദ്യത്തെ 10 മിനിറ്റിൽ എനിക്ക് മനസ്സിലായി ഇല്ല പോയി. ആരെങ്കിലും നമ്മളോട് ചോദിക്കണം ആപ് കൈസേ ഹോ. അതെ, പടം കഴിഞ്ഞ് വന്ന് അല്ലേ എൻ്റെ പൊന്നോ അത് ഭയങ്കര ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഇത് ഭയങ്കര ശോകം പടമായിരുന്നു. അത് എനിക്കൊന്ന് അത്രയും ശോകം പടം ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് 4 പേര് കണ്ടാൽ കാണട്ടെ എന്നുള്ള ഞാൻ തിയേറ്ററിൽ ലാസ്റ്റ് കണ്ടു വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ അത് അത് വിനീതേട്ടൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അത് നമുക്ക് കാണാവുന്ന സിനിമയാണ്. നമുക്ക് ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. തിയേറ്ററിൽ വർക്കായ പടമാണ്. നമ്മൾ കണ്ട് കുറച്ച് ചിരിച്ച പടമാണ്. ഇതിന്റെ ഡയറക്ടേഴ്സ് 2 പേരാണ്, രാഹുൽജി. അവരുടെ ഇന്റർവ്യൂസ് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു 2-3 കണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പടമാണ്. ഫസ്റ്റ് പടത്തിൽ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, അതും അത്യാവശ്യം ഒരല്പം ഈ സിനിമയ്ക്ക് പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ പടങ്ങളൊക്കെ കുറച്ചധികം സ്കെയിലുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇതിൻ്റെ ക്യാമറ വർക്ക്, കളർ ഗ്രേഡിങ് എല്ലാം ലുക്ക് ആൻഡ് ഫീലൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്യുന്ന RZ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് വെച്ചിരിക്കുന്നത്, അത് അറിയില്ല ആരാണ്, നമുക്ക് വലിയ പരിചയമില്ല. സോ എനിവേ 23-ാം തീയതി റിലീസാണ്. അപ്പോൾ 23-ാം തീയതി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നരിവേട്ട റിലീസെന്ന് തോന്നുന്നു. നരിവേട്ട ഉണ്ടല്ലേ? അപ്പോൾ 2 സിനിമകൾ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നതായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 2 പടം കാണാൻ പറ്റില്ല, 1 പടം കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് മാറ്റിൽ നമ്മൾ ഒരു പടം കാണും. ഈ ഉജ്ജ്വലൻ 2ാമത് കാണുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത് കുറച്ച് ഹ്യൂമറും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. നരിവേട്ട കുറച്ച് സീരിയസ് സബ്ജക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടിട്ട് ഉജ്ജ്വലൻ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ആ സീരിയസ് മൂഡിൽ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള പടം കാണാമെന്നുള്ള ലൈനിൽ ഈ സിനിമ കാണാം. പക്ഷെ ഇത് ജസ്റ്റ് ഏറ്റവും ഡാർക്ക് കോട്ടോ ഡാർക്ക് പടം അതല്ലേ. പക്ഷേ ട്രെയിലർ തന്നെ ബ്ലഡ് ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ യൂഷ്വലി മറ്റേ അതെ നമ്മൾ ഇങ്ങനത്തെ ഒരു പടം ഇതാണ് മറ്റേ ബ്ലാക്ക് കോമഡി എന്ന് പറയുന്ന. അതെ അറിയില്ല ശരി ഇനി ബ്ലാക്ക് കോമഡി ആവുമോ അവസാനം. അല്ല ഇപ്പം ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളിലെ നമ്മളിപ്പം ഇതിനകത്ത് ഈ സൈക്കോ കില്ലറെ കാണിക്കുമ്പോഴും ഇതൊരു നാടൻ പടം, നാട്ടിൻപുറത്തെ പടം എന്ന് പറയുമ്പോൾ ഇത്രയും ബ്ലഡും പരിപാടിയൊക്കെ കുറവായിരിക്കില്ല കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പക്ഷേ അത് കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തോ പരിപാടിയുണ്ട്. ഈ ഡയറക്ടേഴ്സ് കുറച്ച് എന്താ പറയുക, അവർ ഫിലിം പഠിച്ചിട്ടുണ്ട്, ഫിലിം മേക്കിംഗ് പഠിച്ച ടീംസാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് ഫിലിം സ്കൂൾ പ്രോഡക്റ്റാണ് തോന്നുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എന്തെങ്കിലും ബെറ്റർ ഒരു പടം കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പിന്നെ അപ്പോൾ മെയ് 23-ാം തീയതി നമ്മൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കാണുന്നു 2ാമത്.